ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള മയണീസ് ചിക്കൻ പാസ്തൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് കാണാം. പാസ്ത ഉണ്ടാക്കുന്നതിന് മുമ്പ് ഫസ്റ്റിന് ഞാൻ കുറച്ച് ചിക്കൻ പീസസ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലൊന്നും ഇല്ലാത്ത പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണ് കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കോൺഫ്ലവർ പൊടിക്ക് പകരമാണെങ്കിൽ മൈദമാവുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതൊരു 1 ടീസ്പൂണോളം തൈര് ഉണ്ടല്ലോ, പുളിയൊന്നും ഇല്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10-20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊന്ന് കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കാറുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല. ഒരു 2 ക്യാരറ്റ് ചെറുതെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാപ്സിക്കം, 2 പച്ചമുളക്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസിൽ നമുക്ക് ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടി തുടങ്ങുമ്പം അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ പാസ്തയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പാസ്ത. അപ്പോൾ ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി വരും. അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് കുക്കായി വരും. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ മൊത്തത്തിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പാസ്ത നല്ല കറക്റ്റ് വേവായിട്ട്. ഇപ്പോൾ പാസ്ത നല്ല കറക്റ്റ് വേവാകുമ്പോൾ തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം. ഇനി നമുക്ക് പാസ്തൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല കട്ടിയുള്ള കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ചിട്ടുള്ള എണ്ണ കുറച്ചുണ്ടായിന്, അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ അതിലേക്കൊരു 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ക്യാരറ്റ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് 1 മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുണ്ടായിന്, അതുകൊണ്ട് ഞാൻ 1 മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പച്ചമുളക് എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള സീഡ് കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതെല്ലാം 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെജീസ് ഒന്ന് വാടി തുടങ്ങുമ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെജീസ് വളരെ തിന്നായിട്ട് അരിഞ്ഞ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ചിക്കനിലും ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളെ മസാലയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനെടുത്തതിന് ശേഷം നമ്മുടെ പാസ്ത അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാസ്ത നന്നായിട്ട് ഊറ്റിയിട്ട് അതിലേക്ക് കുറച്ചൊന്ന് പച്ചവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ഇതേപോലെ പെർഫെക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് പാസ്ത കിട്ടും. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. പാസ്തയും കൂടി ചേർത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാസ്തയിൽ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറവുണ്ടെങ്കിൽ
ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് കൈവച്ച് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് 1 മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അവസാനമായിട്ട് ഇതാ ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പാസ്ത നന്നായിട്ട് തണിഞ്ഞ് വരണം, നന്നായിട്ട് ചൂടാറിയിട്ട് വരണം കേട്ടോ. അപ്പം നമ്മൾ ഇനി അവസാനമായിട്ട് ഇതിലേക്ക് മയണീസ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ചൂടാറിയിട്ട് വേണം മയണീസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം, ചൂടാറിയതിന് ശേഷം ഞാനിതാ ഇതിലേക്ക് മയണീസ് ചേർക്കുന്നുണ്ട്. ഞാൻ 2 മുട്ടൻ്റെ മയണീസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം മയണീസ് വേണം അത്രത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മയണീസ് ലൂസാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം കുറച്ച് ലൂസായതെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പം തോന്നും. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഞാൻ മയണീസ് ആക്കിയിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ അതിതാ മുഴുവനായിട്ട് 2 മുട്ടൻ്റെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള മയണീസ് ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ വൈറ്റ് സോസിൽ ഉണ്ടാക്കിയിട്ട് സമയം കളയുന്നതിന് പകരം ഈ മയണീസ് കൂടി ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല അടിപൊളിയാണ്. വൈറ്റ് സോസ് പാസ്തേനേക്കാളും കുറച്ചുകൂടി നല്ല അടിപൊളി ടേസ്റ്റും കൂടി കിട്ടും. അപ്പോൾ ഇഷ്ടമെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റും കൂടി അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇപ്പോൾ കാണാം. ബൈ.